ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിലെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബീരാൻ ശ്രുതിയുടെ ഷോപ്പിലോട്ട് ഓടിക്കയറിയതാണല്ലോ രേവതിയെ പിടിച്ചിട്ട്. അപ്പോൾ ശ്രുതിക്കും മീരക്കൊക്കെ ടെൻഷനാവുകയാണ്. കാരണം ശ്രുതി വന്നു കഴിഞ്ഞ് ബീരാനെ കണ്ടു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവല്ലോ. കാരണം ഇളയച്ചൻ നാട്ടിലില്ലെന്നല്ലേ ശ്രുതി എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും ഈ ഇളയച്ചനെ എവിടെയെങ്കിലും ഒളിപ്പിക്കണം. നോക്കുമ്പോൾ ശ്രുതിയും വരുന്നുണ്ട് കസ്റ്റമറെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട്. അപ്പോഴേക്കും മീര എന്ത് ചെയ്യുന്നു വെച്ചാൽ ബീരാനെ എളുപ്പം അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് അവിടെയുള്ളൊരു ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കയറ്റി ഒളിപ്പിക്കുക ബീരാൻ പാവം പറയുന്നുണ്ട്, എന്നെ എന്തിനാ ഇതിൻ്റെ ഉള്ളിൽ കയറ്റുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ മീര പറയും, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നോ, ഞാൻ വന്ന് കൊട്ടുമ്പോൾ മാത്രം ഞാൻ വന്ന് തുറക്കാം, അപ്പം താൻ ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറയുവാണ് മീര. അപ്പോൾ ശ്രുതിയുടെ ആ ടെൻഷൻ മാറിക്കിട്ടും. കാരണം മീര എവിടെ ഒളിപ്പിച്ചിട്ടുണ്ടല്ലോ, എവിടെയാണെന്നൊന്നും ശ്രുതിക്കറിയില്ല. അപ്പോൾ ശ്രുതി വന്നു കഴിയുമ്പോഴേക്കും ശ്രുതിയുടെ പുറകെ രേവതിയും മാലയും കൊണ്ട് വരുവാണ്. അപ്പോൾ രേവതിയെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള തിരക്കിലാണ് ശ്രുതി. മാല മേടിച്ചിട്ട് എന്നാൽ ശരി രേവതി പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, ഇല്ല, മാല ഞാൻ തന്നെ എല്ലായിടത്തും ഇങ്ങനെ ദൈവത്തിൻ്റെ ഫോട്ടോയിൽ ചാർത്തി കൊടുക്കുന്നത്, ഞാൻ തന്നെ ചാർത്തി കൊടുത്തോളാം എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടുത്തെ ഷോപ്പിലെ ദൈവത്തിൻ്റെ ഫ്രെയിം അല്ലേ, ഞാൻ തന്നെ ചൂടിച്ചോളാം എന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയും, ഞാൻ ഇട്ട് തരാം ശ്രുതി, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴും ശ്രുതി സമ്മതിക്കുന്നില്ല. കാരണം രേവതി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു വിടണം ശ്രുതിക്ക്. കാരണം രേവതിക്ക് എന്തെങ്കിലും ഒരു സംശയം കിട്ടിയാൽ തീർന്നല്ലോ. അപ്പോൾ ശ്രുതി വേണ്ട, ഞാൻ തന്നെ ഇട്ടോളാം എൻ്റെ ദൈവത്തിന് എന്ന് പറഞ്ഞിട്ട് മാല ചൂടിക്കാൻ നോക്കുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ വെപ്രാളത്തിൽ ഫ്രെയിമിൽ അത് ഇടാനും പറ്റുന്നില്ല. അവസാനം രേവതി മേടിച്ചെന്നെ അതിടുവാണ്. അപ്പോഴേക്കും വരുന്നു പുറകിൽ നമ്മുടെ സച്ചിയും മഹേഷും കൂടി. കാരണം മഹേഷിൻ്റെ വീട്ടിലെ ഫ്രിഡ്ജ് ചീത്തായി എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫ്രിഡ്ജ് മേടിക്കാൻ വേണ്ടി മഹേഷിനെയും കൂട്ടി സച്ചി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുവാണ് ശ്രുതിയുടെ ഷോപ്പിലോട്ട്. അപ്പോൾ ശ്രുതി ഓർക്കും, ദൈവമേ, വീട്ടിലുള്ള എല്ലാവരും കൂടി ഇന്നെന്ത് ഈ ഷോപ്പിലോട്ട് തന്നെ കയറി വരുന്ന, എൻ്റെ കഷ്ടകാലം, ആ ബീരാൻ ആരെങ്കിലും കണ്ട അതോടെ തീർന്നു, ഈ സച്ചിയും രേവതിയും കൊണ്ട് ഭയങ്കര ശല്യമായല്ലോ എന്ന് ഓർക്കുവാണ്. അപ്പോഴേക്കും സച്ചി അകത്തോട്ട് കയറി വരുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഇവിടെ നിന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, നിനക്കൊരു ഉപകാരമുള്ളൊരു കാര്യം പറയാനാ, ഇവൻ ആരാന്നറിയാലോ, എൻ്റെ ഫ്രണ്ട് മഹേഷ്, ഇവനൊരു പുതിയ ഫ്രിഡ്ജ് വേണം, അത് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതിനെന്താ, ഫ്രിഡ്ജൊക്കെ നോക്കിക്കോന്ന് പറയുവാണ്. അപ്പോഴേക്കും മീര ശ്രുതിയോട് പറയും, ശ്രുതി, ഫ്രിഡ്ജ് നോക്കാൻ സച്ചി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമാകുവേ, കാരണം ഞാൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് ബീരാനെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് പറയും. ശ്രുതി അത് കേൾക്കുമ്പോഴേക്കും ഞെട്ടും, നിനക്ക് വേറെ എവിടെയും കിട്ടിയില്ല അയാളെ കയറ്റി ഒളിപ്പിക്കാൻ. അപ്പോൾ മീര പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ, ആ തിരക്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലം നോക്കിയപ്പോൾ ഫ്രിഡ്ജാണ് കണ്ടത്, അതാണ് ആ ഫ്രിഡ്ജിൽ കയറ്റി ഇരുത്തിയെന്നൊക്കെ പറയും. നീ എന്തായാലും സച്ചി അങ്ങോട്ടേക്ക് വിടണ്ട, വേറെ ഏതെങ്കിലും ഭാഗത്തെ ഫ്രിഡ്ജ് കാണിച്ചു കൊടുക്കുമെന്ന് പറയുവാണേ. അങ്ങനെ സച്ചിയും മഹേഷും കൂടി ഇങ്ങനെ ഫ്രിഡ്ജൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി, നീയും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യും, നിനക്ക് ഫ്രിഡ്ജിനെ പറ്റി, അടുക്കള സാധനങ്ങളെ പറ്റിയൊക്കെ നല്ല അറിവുണ്ടാവുമല്ലോ, വാ, ഇവൻ്റെ ഭാര്യയ്ക്ക് ഒരു ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു ഫ്രിഡ്ജ് നോക്കുമെന്ന് പറയുവാണേ. അപ്പോഴേക്കും ഇവർ 3 പേരും കൂടി ഇങ്ങനെ ഫ്രിഡ്ജ് നോക്കി ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ലാസ്റ്റ് ഒരു ഫ്രിഡ്ജ് കാണും. ആ ഫ്രിഡ്ജ് ഏതാണെന്ന് വെച്ചാൽ ബീരാൻ ഒളിച്ചിരിക്കുന്ന ഫ്രിഡ്ജാണ്. അപ്പോൾ സച്ചി നേരെ ആ ഫ്രിഡ്ജിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ മഹേഷ് പറയും, എടാ സച്ചി, ഇത് കൊള്ളാലോ, നല്ല കളറല്ലേ. അപ്പോൾ സച്ചി പറയും, നിനക്കിത് ഇഷ്ടമായോ? ഇഷ്ടമായടാ, എന്നാൽ നീ തുറന്നൊക്കെ നോക്ക്, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്തൊക്കെയാണ് ഉള്ളിൽ, എത്ര സ്പേസ് ഉണ്ടെന്നൊക്കെ അറിയണമല്ലോ എന്നൊക്കെ പറയുമ്പോൾ സച്ചിയും മഹേഷും കൂടി അത് തുറന്ന് നോക്കാൻ പോകുമ്പോഴേക്കും മീര കയറി മുമ്പിൽ നിൽക്കുവേ, ഇത് തുറക്കാനൊന്നും പറ്റില്ല എന്ന് പറയുവാണ്. അപ്പോൾ ശ്രുതി പറയും, എന്താ മീര തുറക്കാൻ പറ്റില്ലെന്ന് പറയണം, അവർ ഫ്രിഡ്ജ് മേടിക്കാൻ വേണ്ടി വന്നതാ, മീര അവിടെ നിന്ന് പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മീര പറയും, ഞാൻ മാറില്ല, ഈ ഫ്രിഡ്ജ് തുറക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുവാണ്. സച്ചിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ടേ. സച്ചി പറയും, മാറി മീര, ഞാൻ എൻ്റെ സുഹൃത്തിന് ഇഷ്ടപ്പെട്ട ഫ്രിഡ്ജായത്. അപ്പോൾ മീര പറയും, ഈ ഫ്രിഡ്ജ് എനിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ സച്ചി പറയും, എൻ്റെ കൂട്ടുകാരനാണ് ഇത് ആദ്യം നോക്കിയത്. അപ്പോൾ മീര പറയുന്നുണ്ട്, ഇല്ലില്ല, നിങ്ങൾ വന്നേക്ക് മുമ്പ് ഞാൻ നോക്കി വെച്ച ഫ്രിഡ്ജായത്, ഞാനേ മേടിക്കത്തുള്ളൂ, കാരണം ഫ്രിഡ്ജിനുള്ളിൽ ബീരാനെ കണ്ട പ്രശ്നമാകുമല്ലോ. ശ്രുതിയും പറയുന്നുണ്ട്, മീര ഇത് നോക്കി വെച്ച ഫ്രിഡ്ജാണ്, സച്ചി വേറെ ഫ്രിഡ്ജ് നോക്കാൻ പറയുവാണ്. അപ്പോൾ സച്ചി പറയും, മഹേഷിന് ഈ ഫ്രിഡ്ജ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ ഈ ഫ്രിഡ്ജേ മേടിക്കത്തുള്ളൂ. അപ്പോൾ മീര പറയും, ഞാൻ സമ്മതിക്കത്തില്ല, കാരണം എനിക്ക് ഈ ഫ്രിഡ്ജ് ഭയങ്കര ഇഷ്ടമായെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, എടാ സുധി, ഇവൻ കാശായിട്ടാണ് വന്നിരിക്കുന്നത്, ഇപ്പം തന്നെ 3000 രൂപ നിനക്ക് അഡ്വാൻസ് ആയിട്ട് തന്നിരിക്കും, ബാക്കി അവൻ EMI ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചോളൂ എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, ഇൻസ്റ്റാൾമെൻറ്റോ, ഇവിടെ ഇൻസ്റ്റാൾമെൻ്റ് ഒന്നും നടക്കില്ല എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയും, അതെന്താടാ, ഇവൻ എൻ്റെ ഫ്രണ്ടാ, അറിയാവുന്ന ഒരാളല്ലേ, ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്താൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് ഇൻസ്റ്റാൾമെൻറ്റിൽ ഒരു സാധനങ്ങളും കൊടുക്കില്ല എന്ന് ഞാനും ശ്രുതിയും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുവാണ്. സച്ചിക്ക് അത് കേൾക്കുമ്പോഴേക്കും ദേഷ്യമാവുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, എനിക്ക് പറ്റൂലടാ, നീ ഇൻസ്റ്റാൾമെൻറ്റിന് ഞങ്ങൾക്ക് ഈ ഫ്രിഡ്ജ് തന്നേ പറ്റുള്ളൂ എന്ന് സച്ചി വാശി പിടിക്കുവാണ്. അപ്പോൾ മീര പറയും,
ശ്രുതി ഞാൻ റെഡി ക്യാഷ് തരാം, ഈ ഫ്രിഡ്ജിന് എത്ര രൂപയാന്ന് പറഞ്ഞു അത്രയും കാശ് ഞാൻ തരാം, ഇപ്പം തന്നെ ഈ ഫ്രിഡ്ജ് എനിക്ക് വേണമെന്ന് പറയുമ്പോൾ ശ്രുതിയുടെ കണ്ണ് തള്ളുവേ. ശ്രുതി അപ്പം മീരക്ക് കൊടുക്കാനത് പ്ലാൻ ചെയ്യുവാണ്. ഇത് കാണുമ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് ദേഷ്യം വരുവാണ്. അവർ രണ്ടിനും കൂടി പിന്നെ അവിടെ കിടന്നൊരു തല്ല് വിടുത്തുവാണ്. ലാസ്റ്റ് മഹേഷ് പറയുന്നുണ്ട്, എടാ സച്ചി ഇതാ ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് വേറെ ഏതെങ്കിലും ഷോപ്പിൽ നോക്കാമെന്ന്, ഇവിടെ ഇനിയും ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ടല്ലോ, നീ വാ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് മഹേഷ് സച്ചിയും കൂട്ടി പോകുവാണ്. അപ്പോൾ മീരക്കും ശ്രുതിക്കും പകുതി ആശ്വാസം, ഹാവൂ ആ ഫ്രിഡ്ജ് തുറന്നില്ലല്ലോ അവർ. എന്നിട്ട് ഇവർ പോയി കഴിയുമ്പോഴേക്കും മീര ആ ഫ്രിഡ്ജ് തുറന്ന ബീരാനെ പുറത്തേക്ക് വിടുന്നുണ്ട്. ബീരാൻ പാവം അതിൻ്റെ ഉള്ളിലിരുന്ന് പേടിച്ച് വിറച്ചൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിലെ വിശേഷങ്ങളും. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.